മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ചെറുപ്പകാലത്ത് എറണാകുളത്തെ മഹാരാജാസ് കോളേജിലും സെയിന്റ് ആൽബർട്ട്സ് കോളേജിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത്, തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് AK ആന്റണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഹരമായിരുന്നു. ശരിക്ക് പിന്നീടും സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും എല്ലാം പ്രതീകമായിട്ട് അദ്ദേഹത്തിനെ അല്ലെങ്കിൽ അയാളെ പലരും കണ്ടിരുന്നു. പത്രമാധ്യമങ്ങൾ അവരെ അഭിനന്ദിച്ചുമിരുന്നു. പലപ്പോഴും തൻ്റെ സ്ഥാനമാനങ്ങളൊക്കെ വലിച്ചെറിയാനും എല്ലാത്തിനും ഒരു വിഷമവും കാണിച്ചിരുന്നില്ല. ഈവൻ ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷത്തെ അടിച്ചമർത്തുന്ന വിധത്തിൽ ഭരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ, അത് വലിയ കോളിളക്കം സൃഷ്ടിച്ചപ്പോ അതിനൊക്കെ എതിരെ ശക്തമായിട്ട് നിന്നൊരു മനുഷ്യനാണ്. പക്ഷേ പറയാൻ പാടില്ലാത്ത വാക്കുപയോഗിക്കുന്നു. ഇന്ന് AK ആന്റണി എന്ന് പറഞ്ഞാൽ അറപ്പ് തോന്നുന്നൊരു പേരാണ്. ഉമ്മൻചാണ്ടിയോടോ മറ്റാരോടും തോന്നാത്ത ഒരു വികാരം, ആ നെഗറ്റീവ് വികാരം തോന്നുന്ന ഒരു വ്യക്തിയാണ്. നല്ല സാധനങ്ങൾ ചീഞ്ഞാല് വൃത്തികെട്ട ദുർഗന്ധമായിരിക്കും എന്ന് പറയാറുണ്ട്. പാലും വെണ്ണയും അതുമാതിരിയുള്ളതൊക്കെ ചീഞ്ഞാല് വെജിറ്റബിൾ ചെയ്യുന്നതിനേക്കാളും ദുർഗന്ധമാണ്. അങ്ങനെ AK ആന്റണി പൂർണ്ണമായിട്ടും ചീഞ്ഞിരിക്കുന്നു എന്ന് തോന്നാൻ കാരണം, ഇടയ്ക്കിടയ്ക്ക് ഇലക്ഷന് മുമ്പും അതിനുശേഷമൊക്കെ അദ്ദേഹം എന്ന് പറയണോ അയാൾ എന്ന് പറയണമെന്നൊന്നും പറഞ്ഞോടാ, ഏതായാലും ബഹുമാനം തീരെ ഇല്ല, ഏതെങ്കിലും വാക്ക് ഉപയോഗിക്കണ്ടേ എന്ന് വിചാരിച്ച് അദ്ദേഹം ഉപയോഗിക്കുന്നു. അദ്ദേഹം O രാജഗോപാലിനെതിരെയും അല്ലാത്തവരെ എതിരെയൊക്കെ പറഞ്ഞത് തനി ആണും പെണ്ണിനും ചേരാത്ത ഇടയ്ക്കുള്ള പാർട്ടീസിന് ചേരുന്ന വാക്കുകളാണ്. ഇങ്ങനെ ചെന്ന് കൈകൂപ്പി നിൽക്കുന്നത് ഈ രണ്ട് വിഭാഗത്തിലും പെടാതെ ഇടയ്ക്ക് പെടുന്ന ഒരു ഇറ്റലിക്കാരിയുടെ മകന്റെ അടുത്താണ്. ഈ രാഷ്ട്രത്തെ നയിക്കാൻ എന്ത് യോഗ്യത ആ കുടുംബത്തിന് ഇപ്പോ ഉള്ളത്, പണ്ടത്തെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ, ഇപ്പോ ഉള്ളത് എന്ന് രമേശ് ചെന്നിത്തലയോടും സുധീരനോടും AK ആന്റണിയോടും ചോദിച്ചാല്, അവരുടെ ഉള്ളില് ഉറക്കത്തില് നല്ല രീതിയിൽ നുണ പരിശോധിപ്പിക്കുന്ന മരുന്ന് ഇഞ്ചക്ട് ചെയ്ത് ചോദിച്ചാല് ഗതികേട് കൊണ്ടാണ് ഒരു പക്ഷേ ആ മന്ദബുദ്ധിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടി വരുന്നത് എന്നവർ ഉറക്കത്തിൽ പറയും, അല്ലെങ്കിൽ ഹിപ്നോട്ടൈസ് ചെയ്താൽ പറയും. സ്വബോധത്തില് ഇനി അധികാരത്തിൽ വരണമെങ്കിൽ വേറെ എവിടേക്കും പോകാൻ നിവൃത്തിയില്ല. ഒന്നില്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂട്ടത്തിൽ പോകണം, അല്ലെങ്കിൽ കോൺഗ്രസിൽ തുടരണം, വേറെ ഒരു ലക്ഷ്യമില്ല. അതുകൊണ്ട് അയാളുടെ മുമ്പിൽ പോയി നിൽക്കുന്നു. അത്രയും താഴ്ന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്ന AK ആന്റണിയെ കുറിച്ച് ഓർക്കുമ്പോ ഏറ്റവും അധികം അറപ്പും വെറുപ്പും തോന്നുന്നത് ഇന്നത്തെ ഭാരതത്തിന്റെ ഡിഫൻസ് സിസ്റ്റത്തിന്റെ അവസ്ഥ ഒന്ന് തിരിച്ചറിയുമ്പോഴാണ്. നിങ്ങൾ നോക്കണം, defensenews.in എന്ന ഒരു ഇതുണ്ട്, അപ്പുണ്ട്, defensenews.in, www.defensenews.in. ഭാരതത്തിലെ ഡിഫൻസ് സിസ്റ്റം AK ആന്റണി നിലനിന്നിരുന്ന കാലത്താണ് നിലനിൽക്കുന്നതെങ്കിൽ ഒരു 5 ദിവസം കൊണ്ട് ചൈന ഭാരതത്തെ മൊത്തത്തിൽ വിഴുങ്ങിക്കളയും. പാകിസ്ഥാനും കൂടി ചേരുമ്പോ 5 ദിവസം കൂടി വേണ്ട, 4 ദിവസം കൊണ്ട് മതി. അത്രയ്ക്കും ഈ മനുഷ്യൻ, ഭാരതത്തിലെ പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്ത ഈ മനുഷ്യൻ അവനവന്റെ സർജറി ഡിഫൻസ് ഹോസ്പിറ്റലിൽ ഓസിന് നടത്തിച്ചത് ഒഴികെ ബാക്കി രാഷ്ട്രത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ശരിക്ക് AK ആന്റണി എന്നൊരു മനുഷ്യൻ എവിടെയെങ്കിലും വരികയാണെങ്കിൽ ചീഞ്ഞ കോഴിമുട്ടയോ ചീഞ്ഞ തക്കാളിയോ എറിയാൻ യോഗ്യതയുള്ള ആരെങ്കിലും ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഈ മനുഷ്യനെ സിംബോളിക്കായിട്ടാണെങ്കിലും അത് ചെയ്യലാണ്. നമ്മുടെ രാഷ്ട്രത്തിന്റെ പ്രതിരോധ വകുപ്പിനെ തകർത്തി അത്രയ്ക്കും നീചമായിട്ട് ഇല്ലാതെയാക്കി. ഇന്ന് ഈ ഒരു മാറ്റത്തിന് പ്രതിരോധ വകുപ്പ് തയ്യാറായിരുന്നില്ല എങ്കിൽ
തയ്യാറാക്കാൻ കപ്പാസിറ്റി ഉള്ളവർ മുകളിൽ ഇല്ലായിരുന്നു എങ്കിൽ ഭാരതം എന്നേ തകർന്നു പോകുമായിരുന്നു. ഇന്നും എത്ര ഭാരതീയർക്ക് നമ്മുടെ നേവി, എയർഫോഴ്സ്, ആർമിയുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഞാൻ ഡിഫൻസ് ന്യൂസ് എന്ന് പറഞ്ഞൊരു 25 പോയിന്റ് ഇന്ന് അപ്ലോഡ് ചെയ്തത്. ഭാരതത്തിന് ചുറ്റും ആക്രമിക്കാൻ വരാൻ ഇത്രയും പറ്റിയ വേറൊരു രാജ്യവും ഇല്ല. ഒരു വശത്ത് പാകിസ്ഥാൻ, മറ്റേ വശത്ത് ചൈന, ഇപ്പുറത്ത് ബംഗ്ലാദേശ്, പിന്നെ ആൾമോസ്റ്റ് പകുതിയിൽ കൂടുതൽ കടല്. ഈ കടലിൽ ഏത് വശത്ത് കൂടെയും ഭാരതത്തിന് ആക്രമണം നേരിടാം. അങ്ങനെ 4 വശവും പ്രതിരോധം ആവശ്യമുള്ള ഒരു രാഷ്ട്രത്തില് ഒരു വശത്തിലും പ്രതിരോധമില്ലാത്ത വിധത്തിൽ ഈ ഭാരതത്തെ തകർത്തത് ആ എ.കെ. ആന്റണി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അറിയാതെ ചിലപ്പോൾ തോന്നിപ്പോവാറുണ്ട്, അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോ റീത്ത് വെക്കുന്നതിന് പകരം ചെന്ന് ചെവിയിൽ പറയണം, ഈ രാഷ്ട്രത്തെ നശിപ്പിച്ച അങ്ങക്കിനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഈ നാട്ടില് അത് ലഭിക്കാതിരിക്കട്ടെ എന്ന പ്രണാമം. നമസ്കാരം.